നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഈസ്റ്റർ ഒക്കെ അല്ലേ വരാൻ പോകുന്നത്, അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെപ്പർ ചിക്കൻ കറി. അതാണ് ഇന്ന് ഇവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ വഴിയെ പറയാം. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. ഇവിടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് തേങ്ങ കൊത്ത് ഇട്ട് കൊടുക്കുക. ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ, നമ്മുടെ കോക്കനട്ട് ഓയിലില്ലേ, അതെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റാണ്, ഒരു 10 വെളുത്തുള്ളിയും ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 3 പച്ചമുളകും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് നല്ലവണ്ണം മൂത്ത് കിട്ടണം. ഇതിലേക്ക് ഞാൻ 2 വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടെ നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചച്ചൊവ ഒന്ന് മാറിയിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു 4 വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ആഡ് ചെയ്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ഇവിടെ സവാള നല്ല ബ്രൗൺ നിറായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി അല്പം കുറച്ച് ലാസ്റ്റിലോട്ട് നമ്മൾ കുരുമുളക് പൊടി കുറച്ചുകൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത്രയും മതി. ഇത് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. മസാലകളൊക്കെ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതേസമയം തന്നെ 2 പച്ചമുളക് നടുവിലൂടെ കീറിയതും കുറച്ച് കറിവേപ്പില കൂടെ ഈ സമയം ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പച്ചമുളകും അതുപോലെ തന്നെ എരിവിനനുസരിച്ച് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് പച്ചമുളക് കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നോക്കിയിട്ട് കുരുമുളക് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിക്കുക. തക്കാളിയൊക്കെ നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കുക. ഇവിടെ നമ്മുടെ തക്കാളിയൊക്കെ നല്ലവണ്ണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ്. വേറെ മസാലയൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. ഇത് നല്ലവണ്ണം ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ചിക്കനിൽ മാരിനേഷനൊന്നും കഴിഞ്ഞതല്ലല്ലോ, വെറും ചിക്കനല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങണമല്ലോ, അതുകൊണ്ട് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ഇതിൻ്റെ മുകളിലിടുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഇളം ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ചിക്കനൊക്കെ നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കുക. അടച്ചു വെച്ചിട്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഈ സമയം ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തക്കാളിയുടെ പുളി ഒരുപാടുണ്ടെങ്കിൽ ഇത് ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. ഈ സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒരു 1/2 ടീസ്പൂണോട് കുരുമുളക് ഞാൻ വിതറി കൊടുക്കുന്നുണ്ട്. അതല്ലാതെ
ഒരു 10 കാഷ്യൂനട്ട് അരച്ചത് കൂടെ ഞാൻ ഇതിൻ്റെ മുകളിൽ ഒഴിക്കുന്നുണ്ട്. അതുകൂടെ നമുക്ക് ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് കൂടെ പൊടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ഗാർണിഷിങ്ങിന് മാത്രമാണ് കേട്ടോ. എരിവൊക്കെ ഇപ്പം തന്നെ ഉണ്ട്, എന്നാലും ഞാൻ ഇത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി പച്ചമുളക്. അങ്ങനെ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഈ കറി. എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി കാണുന്നവരെ ബൈ.